നമസ്കാരം. ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും ചലച്ചിത്ര അധ്യാപകനും കൂടിയായ ശ്രീ കവിയൂർ ശിവപ്രസാദ് സാറാണ്. സാർ, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. FTIA ആദ്യകാല വിദ്യാർത്ഥിയായിരുന്നു, റാങ്ക് ഹോൾഡർ ആയിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഓർമ്മകളിൽ നിന്നും തുടങ്ങാം. ഞാൻ 76-ലാണ് ഫിലിം ഷൂട്ടിൽ ചേരുന്നത്. അതുവരെ തിരുവല്ല മാർത്തോമ കോളേജിൽ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫിലിം ഷൂട്ടിൽ പോകുന്നത്. അതിനുശേഷം പിന്നെ തിരിച്ചു വന്ന് MA മലയാളം എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അധ്യാപകനായിട്ടൊക്കെ പോയതുമൊക്കെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടായിരുന്നു ആദ്യം കയറിയത്. പിന്നെ പല കോളേജുകളിലും പല സ്ഥാപനങ്ങളിലും അധ്യാപനം, ഏകദേശം ഒരു 30 വർഷത്തെ ചലച്ചിത്ര അധ്യാപകൻ എന്ന നിലയിൽ ഒരു കരിയർ എനിക്കുണ്ട്. നിങ്ങളൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല ആ സമയത്ത്. അപ്പം അത് അങ്ങനെയുള്ളൊരു പശ്ചാത്തലമുണ്ട്. അന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓൾട്ടുഗദർ ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഈ ഫിലിമേലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴെല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരുപാട് ന്യൂനതകളും മെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് രണ്ടും ഉണ്ടായിരുന്നു. അന്ന് പഠിച്ച ഒരുപാട് പേരുണ്ട്. കൂടുതൽ പേരെ പറഞ്ഞാൽ കൂടുതൽ അറിയത്തുമില്ല. അതുകൊണ്ട് പിന്നെ വല്ല നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതൽ ആൾക്കാരാണ്. ഉണ്ട്. സണ്ണിയൊക്കെ എൻ്റെ ജൂനിയറായിരുന്നു പഠിച്ചത്. എന്നെക്കാളൊക്കെ ഒരു 3-4 വർഷമെങ്കിലും ജൂനിയറുണ്ട്. സർ, FTIA കുറിച്ച് അറിയുന്നത്, അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? അത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അടൂർ സാറ് അതുപോലെയൊക്കെയുള്ള ഇവരുടെ ഈ FTIയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സായിട്ടുള്ള ഒരുപാട് പേരൊക്കെ ഉണ്ട്. അവരെ പറ്റിയൊക്കെയുള്ള വാർത്തകളൊക്കെ വായിച്ചിട്ട് ഇങ്ങനൊരു സ്ഥാപനമുണ്ടെന്നും ഈ അടൂർ സാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മണി കൗള്, കുമാർ സാഹിനി, ഇങ്ങനെ FTI സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരുപാട് വർക്കുകൾ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും അറിയപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് ഞാനും അന്ന് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നതും പിന്നെ അതിൽ ചേരാനൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞ ശേഷം ഏതായാലും ഭാഗ്യത്തിന് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടി. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷമാണ് സെലക്ഷൻ കിട്ടിയത്. ആ കാലങ്ങളിൽ ഏതെങ്കിലും ഫിലിം സൊസൈറ്റികളിലൊക്കെ പ്രവർത്തിച്ചിരുന്നു? ഞാൻ ചങ്ങനാശ്ശേരിയിലെ NSS കോളേജിലെ ഒരു പ്രൊഫസർ ശ്രീരാം മേനോൻ എന്നൊക്കെ പറഞ്ഞ ആൾ ചേർന്ന് ചങ്ങനാശ്ശേരി ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞു. ഞാൻ തിരുവല്ല മാർത്തോമ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ കാണാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചങ്ങനാശ്ശേരി ഫിലിം സൊസൈറ്റി വന്നാണ് ആദ്യകാല സിനിമകളൊക്കെ പഥേർ പാഞ്ചാലി, അതുപോലെ തന്നെ അപരാജിതോ, അതുപോലെ സുവർണരേഖ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ കാണാൻ ഒരു സാഹചര്യം അന്ന് പോപ്പുലർ തിയേറ്റർ, ഇപ്പോഴത്തെ ഒരു മുത്തൂറ്റുകാരെ എടുത്തിരിക്കുന്ന ആ തിയേറ്ററാണ് അതെന്താ കണ്ട പിന്നെ പേര്. അപ്പോൾ ആ തിയേറ്ററിലായിരുന്നു അന്ന് സിനിമ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഞാനന്ന് കവിയൂരിൽ നിന്ന് വന്ന് ഈ സിനിമ കണ്ട് ഈ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള പല സിനിമകളും ഫിലിം ഷൂട്ടിൽ ചേരുന്നതിന് മുമ്പേ കാണാനായിട്ടൊരു സാഹചര്യം കിട്ടി. ഒരുപാടില്ല എങ്കിലും കുറച്ച് ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിൻ്റെ പല സിനിമകളും കാണാനൊരു സൗകര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നൊരിതൊരു വലിയൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. ഓക്കെ, അന്ന് ഉണ്ടായിരുന്ന ഫിലിം ഫെസ്റ്റിവലിൽ നിന്നും ഇപ്പോഴുള്ള ഫിലിം ഫെസ്റ്റിവലുകൾക്ക് എന്തെങ്കിലും മാറ്റം ഉള്ളതായിട്ട്? ഒരുപാട് വാസ്റ്റ് ഡിഫറൻസാണ്. ഒരുപാട് ഫെസ്റ്റിവൽ ഇപ്പോൾ ഒരു ഫാഷനബിളായിട്ടാണ്. അന്നെന്ന് പറഞ്ഞാൽ സിനിമയോടൊരു കീൻ ഇൻട്രസ്റ്റ് ഒരിതാണ്. ഇപ്പം സിനിമയൊന്നും കാണുന്നതല്ല, ഒരു കമ്പാനിയൻഷിപ്പോ അല്ലെങ്കിൽ ടുഗദർനെസ്സോ ആണ് കൂടുതലും ഇപ്പോഴത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ഉള്ളതിൽ. ഒരു സിനിമ കാണുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, വളരെ ചുരുക്കം പേര് കാണുന്നുണ്ട്. ബാക്കി കൂടുതൽ എല്ലാ പേരും ആൾക്കാരും ഒരു എന്താണ് പറയുന്നത്, ഒരു ഉത്സവ ലഹരിയിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സിനിമയെപ്പറ്റി ഒരു സീരിയസ് ആയിട്ടുള്ള പഠനമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഡിസ്കഷനോ ഒന്നും തന്നെ ഫിലിം ഫെസ്റ്റിവൽ വളരെ റെയറായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പേരിന് മാത്രമൊക്കെ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണിപ്പം ഈ നമ്മുടെ റെയിൻ ഫെസ്റ്റിവലൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമാണ് ഉള്ളത്. ഗവൺമെൻറ് തലത്തിലുള്ള ഫിലിം ഫെസ്റ്റിവൽസൊക്കെ ഇങ്ങനെ കൂടുതലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പഠനമൊന്നുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സർ, ഇപ്പോൾ എന്തെങ്കിലും സിനിമകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്? ഞാൻ ഒരു 96 ഷോർട്ട് ഫിലിംസ് ആൻഡ് ഡോക്യുമെൻ്ററീസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ചെയ്ത സേതുമാധവൻ സാറിൻ്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബയോഗ്രഫിക്കൽ ഡോക്യുമെൻ്ററിയാണ് ചലച്ചിത്ര സംവിധായകരുള്ള. അത് ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിന് മുമ്പ് MK സാനുമാഷെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് വേണ്ടി. പിന്നെ അവയർനെസ് ഫിലിംസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഫീച്ചർ ഫിലിംസ് അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സർ, ഒത്തിരി വർഷമായിട്ട് അധ്യാപന മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ അധ്യാപന പരിചയം ഉള്ള ഒരാളോട് എപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ്,
ചിലപ്പോൾ ഇതൊരു ക്ലീശയായിട്ടൊക്കെ തോന്നിയിരിക്കാം. അതായത് ആദ്യകാല സാറിൻ്റെ ജീവിതത്തിലെ ആദ്യകാല വിദ്യാർത്ഥി സമൂഹവും അതുപോലെ ഇപ്പോഴുള്ള വിദ്യാർത്ഥികളും തമ്മിലുള്ള അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളും ആവാം, എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ വന്നതായി സാറിന് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനറേഷനോട് എന്താണ് സാറിന് പറയാൻ? ഇപ്പോഴുള്ള ജനറേഷന് മൊത്തം അടച്ചേഷിപ്പിക്കാനൊക്കത്തില്ല. കുറച്ച് പേർ വളരെ സെൻസിബിളായിട്ടും സിൻസിയറായിട്ടും തന്നെ വരുന്നവരുണ്ട്, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഉള്ള ആൾക്കാർ തന്നെയുണ്ട്. പണ്ടുള്ളവരും അതുപോലെ തന്നെയുണ്ട്. അങ്ങനൊരു പണ്ടും ഉഴപ്പന്മാരും ഉണ്ട്, പണ്ടും ഇപ്പോഴും ഉഴപ്പന്മാരും ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. പല കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ കുട്ടികളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു പിന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പ്രാക്ടിക്കൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോട്ട് എടുക്കാനായിട്ട് ഒരു ഇതിന് വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സൺസെറ്റിൻ്റെ ഷോട്ട് എടുക്കണം. അപ്പോൾ ആ ക്യാമറമാൻ ഒരു സ്റ്റുഡൻ്റാണ്, വിദ്യാർത്ഥിയാണ്, നരസിംഹറാവു എന്ന് ഞാൻ പേര് മറക്കത്തില്ല, കാരണം പ്രധാനമന്ത്രിയുടെ പേരായതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന ശേഷം അപ്പോൾ ഇവന് ക്യാമറ എന്ന് വെക്കുന്നത് അപ്പോൾ സൂര്യൻ അങ്ങ് അസ്തമിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നരസിംഹ യു മേക്ക് ഇറ്റ് ഫാസ്റ്റ്, ദ സൺ ഈസ് സെറ്റിംഗ് ഡൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധൃതി കൂട്ടി. അപ്പോൾ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഇവനൊരു വളരെ ഉദാസീനായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വളരെ പൊളൈറ്റായിട്ട് വന്നിട്ടുണ്ട്, സാർ ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ ആസ്ക് യു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു സാർ ഐ ഗോട്ട് സം എത്തിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു. എനിക്ക് ധാർമ്മികമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു വാട്ട് ഇസ് ഇറ്റ് എന്ന് ചോദിച്ചു. സൺസെറ്റിങ് നമുക്ക് എടുക്കുന്നുണ്ട്, അത് എടുക്കണ്ടേ നമ്മുടെ ഇതെന്ന് പറഞ്ഞു. ഉടനെ ഇവൻ എന്നോട് പറഞ്ഞു ഇറ്റ്സ് എ റീസൈക്കിൾഡ് ക്ലീഷേ, വൈ കാൻ വി ട്രൈ സം അതർ വിഷ്വൽസ് ഫോർ ദിസ്, എന്താണ് ഈ ഈവനിങ്ങിന് വേണ്ടി മറ്റേന്തെങ്കിലും വിഷ്വൽസ് നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ, ഈ സെറ്റിങ്സ് ആണെന്ന് പറയുന്ന ഒരു റീസൈക്കിൾഡ് ക്ലീഷേ അല്ലേ എന്ന് ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. സ്ഥിരം പണ്ട് മുതലേ കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്ധ്യ എന്ന് പറയുന്നത് അതിന് പകരം മറ്റെന്തെങ്കിലും വിഷ്വൽ കാണാൻ എന്ന് പറഞ്ഞാൽ അതിൽ വിദ്യാർത്ഥി പറഞ്ഞാണ് എനിക്കൊന്നുകൂടെ ബോധ്യപ്പെട്ടത്. അത് അങ്ങനെ ഒരു ഹെൽത്തി ഒരു ഡിബേറ്റ്, ഇൻ്റലക്ച്വൽ ഡിബേറ്റ് ഇസ് ദയർ. അതെനിക്ക് ഐ എൻജോയ് ഇറ്റ്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവിയൂർ ശിവപ്രസാദ് സാറാണ്. സാറിന് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.